ദേവന്നടാ ഞാൻ എന്റെ ഭാര്യയുടെ മുഖം തുപ്പിപ്പോയതാ. ആ അപ്പൊ എല്ലാത്തിന്റെ ഒരുപോലത്തെ സാധനമാണല്ലേ. ചെല്ലടാ ചെല്ലടാന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞു വിടല്ലേ. ഇതിനൊക്കെ ഒരു സംഭവം ഉണ്ട്. നീ ഇവിടുന്ന് ചെല്ലുന്നു, അവളെ വിളിക്കുന്നു, അവൾ തിരിഞ്ഞു നോക്കുന്നു, നിങ്ങൾ മുഖത്തോട് മുഖം കാണുന്നു. അങ്ങനെ വന്നവനും പോണവനും ഉമ്മക്കാനെ ആ പോയത് നിന്റെ ഭാര്യയല്ല, ഇവൻ പ്രേമിക്കുന്ന പെണ്ണ. അവളെ എനിക്കൊരു ഉമ്മ നടില്ല. പിന്നെ ഇവിടെ നിനക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടി. കൊടുക്കടാ. നിനക്ക് എല്ലാരോടും പറഞ്ഞോടൊക്കെ സിംഹത്തിന് ഉമ്മ കൊടുക്കുന്നു. ഒരു ടൈമിംഗ് ഇല്ലാതെ പ്രേമിക്കാൻ നടക്കുന്നു. ഞാൻ കൂടെ പോകും. നോക്കി രാവിലെ ഒരുങ്ങിക്കെട്ടി പോണത് കാണാം. ജോലിക്കൊന്നല്ലേ, അല്ലെങ്കിൽ ഈ നേരത്ത് വരാൻ പറ്റുമോ? പിന്നെ എന്താ ഇവളുടെ വരുമാനം? കൂടെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അത് തന്നെയല്ലേ അവളുടെ വരുമാനം. ആരും ചോദിക്കാനും പറയാനില്ലാത്തവർക്ക് എന്ത് തോന്നിയാസാവല്ലോ. കൊള്ളി തുടങ്ങിയോ? ഞാൻ തുണിയുടെ കാര്യം പറഞ്ഞത്. ഒന്ന് പതുക്കെ പറഞ്ഞ ആരെങ്കിലും കേട്ടേക്കാ. പുറോട്ടാ ഇപ്പൊ ഡ്രസ് മാറും. നിങ്ങളവളങ്ങനെ കാണരുത് കേട്ടാ. ഞാൻ മനപ്പുറം നോക്കിയതല്ല, നീ വിളിച്ചോണ്ടെന്ന് കാണിച്ചല്ലേ. ഞാൻ പ്രേമിക്കണ പെണ്ണല്ലേ ഭായി. അപ്പൊ സീൻ കാണാനല്ലേ വന്നത്? അല്ല, അവള് പോയി. ഇതവനാ അവക്കട ചെക്കൻ. സ്മാർട്ട് ബോയ്. അവര് തമ്മിൽ നല്ല ചേർച്ചേട്ടാ. സൽമാന്റെ അത് കൊണ്ടു കണ്ടാ എന്തൊരു പ്രൗഢി. കയ്യില് കാശില്ലെന്ന് ആരെങ്കിലും പറയൂ. 15,000 രൂപ കണ്ണും പൂട്ടി വാടക കിട്ടുന്ന ഒരു ഫ്ലാറ്റ് ആയിരുന്നു. എനിക്ക് ദേവ് തോന്നി 12,500 രൂപയ്ക്ക് കൊടുത്തു. ഇപ്പൊ ഇതാ 2 മാസമായി വാടകയില്ല. ഈ പരിപാടി നടക്കില്ല. എനിക്ക് വേണം 25,000 രൂപയും. എനിക്ക് ഒരാഴ്ചത്തെ സാവകാശം തരണം. ഓ നടക്കൂല. ഒന്ന് സമാധാനപ്പെടും മുസ്തഫ. ഒരാഴ്ചത്തെ സമയമല്ലേ അവർ ചോദിച്ചോളൂ, അവര് തരും. ഓ ഇയാളെ നോക്കിയാ മതി. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. ഓ ശരി. കൊച്ചേ 2 ദിവസം സമയം തരും. മറ്റേതാ കാശില്ലെങ്കിൽ സാധനം എടുത്തോളം ഇറങ്ങിക്കോളൂ. അതെ മുസ്തഫ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഉടക്കിയ ചെറ്റയാ. അവനവന് താങ്ങാൻ പറ്റുന്ന വീടെടുത്താ പോരെ. ആർഭാടം കാണിച്ചാ ഇങ്ങനൊക്കെ ഇരിക്കും. അവനിട്ട് 2 പൊട്ടിച്ചാലാ ആ മുസ്തഫക്കട്ടെ അതിന്റെ കൊട്ട ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ ഭായി. മച്ചാനെ നടപടിയില്ലാത്ത കേസിന് വേണ്ടി വേറെ 25,000 രൂപ മുടക്കണോ? 25,000 രൂപ മുടക്കും. ഇപ്പൊ എവിടെ നിന്ന് കാശ്? എന്തേലും ചെയ്തേ പറ്റും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഷിജുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അവൻ വാത്തുരുത്തി കോളനിയിൽ ഒരു ഡോണാണേ. ലോണൊക്കെ പാസ്സായിട്ട് ഇനി എന്ന് കിട്ടാനാ ഭായി? ചേട്ടാ ലോണല്ലട, ഡോൺ. ഡോൺ നടക്കൂ, നമ്മ നടത്തും. വാ. ഒരു ചെറിയ അയ്യോപാവം കേസാണ്, ഒരു പാവം ചെക്കന്റെ പ്രേമ കേസ്. ഡാ വിളിയടാ അവനെ. ഈ വക അംഗൻവാടി കേസൊന്നും ഞാൻ അടിക്കലട്ടാ. ഏയ് അവന് പ്രായമുണ്ട് കേട്ടാ, പോരത്തിന് പൂത്ത കാശും. ആണോ? അവന്റെ നാട്ടിലെ അമീർഖാനാണോ? ഹായ് മച്ചാ. ഹായ്. മച്ചാന്റെ പേരെന്താന്നാ പറഞ്ഞ? പുഷ്കരൻ. പുഷ്കു. എന്ത് പേരാടാ നിന്റെ? എന്താണ് നിന്റെ അപ്പന്റെ പേര്? അഭിഷേക്. എന്നാ പിന്നെ ബച്ചനൊന്നും കൂടി ഇടായിരുന്നല്ല? ബച്ചനല്ല, അച്ഛനാണ്. അഭിഷേക് അച്ഛൻ. അതെ, ഞാനൊരു പെണ്ണായിട്ട് പ്രേമത്തിലാണ്. ഞങ്ങൾ റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണേ. ഞാൻ കൈക്കൂലിയെ കൊടുത്ത് ജഡ്ജസിന് പൈസയെ കൊടുത്ത് അവളെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിച്ചാണ്. അപ്പോഴേക്ക് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷവും എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കാല് മാറി കെണ്ടുകൾ. എനിക്ക് അവളെ കെട്ടിയേ പറ്റുള്ളൂ ചേട്ടാ. അടുത്ത ഞായറാഴ്ച അവളുടെ കല്യാണം ഫിക്സ് ചെയ്തേക്കണേണ്. നാളെ അവൾ ചുള്ളിക്കലിലൊരു അങ്കിളുടെ വീട്ടിൽ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പൊക്കനാണെങ്കിൽ നാളെ തന്നെ പൊക്കണം. പെണ്ണിനെ എൻ്റെ അടുത്ത് എത്തിച്ചെന്നാൽ മാത്രം മതി. ഒരു 25,000 രൂപ ഞാൻ തരാം. സജിബായ്, നമുക്ക് ഇതങ്ങ് ഏറ്റെടുത്താലോ? ഒന്നുമില്ലെങ്കിലും പ്രേമത്തിന്റെ കാര്യം ഏറ്റു. ഏറ്റില്ല. ഏറ്റു. ഇത് അവളുടെ വണ്ടിയാണല്ലോ. അത് തന്നെ നോക്ക്.
ഇതാണോ നീ പ്രേമിക്കുന്ന പെണ്ണ്? ഇതാണ് ഞാൻ സ്നേഹിക്കണോണ്ട്. പറ്റിക്കാൻ നോക്കരുതട്ടാ. ചേട്ടാ ഇതാണ് ഞാൻ റിയൽ ആയിട്ട് പ്രേമിക്കുന്ന പെണ്ണ്. ഈ മൃഗോദന്നെ ഇതിന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ കാശ് തരാന്ന് എടാ, പറഞ്ഞു. 25,000 എന്ന് പറഞ്ഞാൽ നിന്റെ പെണ്ണെന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 3 പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റ് ലക്ഷം വീട് കൊള്ളി കിടക്കുന്ന ഒരു പെണ്ണായിരിക്കും. മാക്സിമം പോയ ഒരു ജലജ, അത്രേ ഉള്ളൂ. ഇതിനെ കിട്ടിയ ഞാൻ കൊടുക്കൂല കേട്ടോ. വർത്താനം പോയി നിങ്ങൾ. ഞാനും കൊടുക്കൂല. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. ഇവനോടെ പോണു. എടാ ബോബി, ഇവനിത് എവിടെ പോണത്? ചാത്താവൂല, തള്ളാൻ പറയുമ്പോ ഇനി നീ അങ്ങനെ പിടിക്കണ്ട. കയ്യെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഓടിയിട്ട് നീങ്ങണില്ല. നീ എന്താ കാണിക്കണത്? ഇരുമ്പുള്ളി കൊളസ്ട്രോൾ നല്ലതാണ്. ഈ മരം അങ്ങനെ തന്നെ പിടിക്കാലും നിന്റെ കൊളസ്ട്രോൾ തീരിയല്ല. വാ വാ വാ. അയ്യോ, പാണാവള്ളി ഇതിൽ കൂടുതൽ ഓടിയായിരുന്നു. അവളെന്തി അവനും കാണാനില്ല. അവരെന്തേ? അവളെവിടെ? അതല്ലോട്ട് തന്നോട് വെച്ചു. അത് തന്നെ ചോദിച്ചു, അവളെവിടെ? അവളെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര പേരെ ഇടുന്ന ഓടിയത്. അതിന് ഞങ്ങളോട് ഇവിടെ എന്താ കാര്യം? പിന്നെ ഞാനോട് ചൂടും. ദേ അവര് വന്നു. ഓടിക്കോ. ദേ ഇവിടെ വാടാ. കുറച്ച് സമാധാനം കിട്ടട്ടെ. അവൻ എവിടെയെങ്കിലും ഓടി നടന്നിട്ട് വന്നോളൂ. അവൻ ഈ പെണ്ണുമായിട്ട് എവിടെ പോയി? ഇവിടെ തന്നെയാണ് വരാൻ പറഞ്ഞത്. എങ്ങോക്കെ നിങ്ങൾ എന്ത് കൊട്ടേഷൻ ടീമാണ്? എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ദേ ഒരു കാര്യം. എടാ ഇനി പച്ചക്ക പെണ്ണെ കൊണ്ട് പോയി കാണൂ. അല്ല പെണ്ണും കുഴപ്പമില്ല, അവനെ കുറ്റം പറയാനും പറ്റില്ല കേട്ടാ. അവൻ ആ ടൈപ്പൊന്നും അല്ല. ഞാനാണെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ കുണുകുണ വർത്താനം പറഞ്ഞ് കണ്ട് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ചങ്കൂട്ടി പോവും. ദേവൻ മുതല് അവൻ വരവ് കണ്ട. അവര് തമ്മിലെ ജോഡി. ശരി പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്തും പറയും. ഓ, ഇപ്പൊ ഒരു സൗണ്ട് കേട്ടാ. അവന്റെ ഭാര്യയിലോട് ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. താങ്ക് യു. അപ്പൊ ഓക്കെ. അതെ, മറ്റേ പൈസ അയ്യോ, ടേക്ക് ഇറ്റ്. ഇത് തീപ്പട്ടിയാ. ഓക്കെ, നന്നായി വാ. പോണ കണ്ടാ ആ പോക്ക് കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി കച്ചവടക്കാരൻ ഫ്ലാസ്കും തൂക്കിട്ട് പോണ പോലെ പോണത്. എന്തായാലും അവരുടെ പ്രേമം പൂണിഞ്ഞ്. ഇനി നിന്റെ പ്രേമം പൂണിയാൻ. അതെ, പിടിച്ചോ.